ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഇത് റെക്കോർഡ് ചെയ്യാൻ ഇത് റെക്കോർഡ് ഉണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ, ഇത് യൂട്യൂബിൽ ഇടും, കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ, എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത്? ഒരു എനിക്കിപ്പം 10th ഇത്തിരി മോളെ ഒരു ഇത് വേണ്ടിട്ടാണ് ഞാൻ വന്നത്. ഇല്ല, മോളുടെ കാര്യം ഇവിടെ ചോദിക്കാൻ പറ്റില്ല. മോളുടെ കാര്യം നിങ്ങളെ പറ്റി നിങ്ങൾക്ക് ചോദിക്കാം, മോളെ പറ്റി ചോദിക്കാൻ പാടില്ല. മോളെ പറ്റി മോള് വന്ന് ചോദിക്കണം. ഇപ്പൊ നേരത്തെ ഹസ്ബൻഡ് വൈഫ് വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോടല്ല ഉത്തരം പറഞ്ഞു, വൈഫിനോട് ഉത്തരം പറഞ്ഞത്. അത് സ്റ്റാർട്ട് ചെയ്താ പിന്നെ ബാക്കിയോട് പറഞ്ഞോളൂ. അപ്പൊ എവിടെ ഇങ്ങനെ പറയണം എന്നുള്ള ഒരു ഇതില്ല. ഏതാണ് മോൾ അവിടെ ഉണ്ടോ? മോള് ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ മോളോട് ചോദിക്കട്ടെ. നിങ്ങൾ മാറാ, മോള് വരട്ടെ. ഓക്കെ, മോൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? ഹലോ, മോൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? എനിക്ക് CBSE ആണ്. എൻഡ് റിസൾട്ട് ഫുൾ A1 ആണ് വാങ്ങണം എന്നാണ് ആഗ്രഹം. ആഗ്രഹമല്ല, എന്തായാലും വാങ്ങണം തന്നെയാണ്. പക്ഷെ ഒരിക്കലും അത് ഇപ്പൊ സബ്ജക്ട്സ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്നും ടീച്ചേഴ്സ് പറയുന്നത് മനസ്സിലാക്കാനോ അതിനനുസരിച്ച് പഠിക്കാനോ പറ്റുന്നില്ല. ഞാന് കുറച്ചു മുന്നേ ഒരു നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത ആളായിരുന്നു. പിന്നെ എനിക്ക് പഠിക്കാൻ കഴിയണില്ല. എന്താ കാരണം? എന്താണ് ഫോക്കസ് പോണോ അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ ആണോ, അല്ലെങ്കിൽ എന്താണ് കാരണം? എന്താണ് കാരണം? എന്താ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്ന് ഓഫ് ആക്കാട്ടോ പ്ലീസ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഫോക്കസ് ചെയ്യാൻ പറ്റും? എന്തുകൊണ്ടാണ് അത് മാർക്ക് കുറയാൻ കാരണം? മാർക്ക് 9th വരെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഫൈനലി എക്സാമില് നല്ല രീതിയിൽ മാർക്ക് കുറഞ്ഞു. എന്താ കാരണം എന്തായിരുന്നു? ചെറിയൊരു രീതിയിലുള്ള ടെൻഷനും ഡിപ്രഷനും. എന്ത് ടെൻഷനാണ് പോണത്? വലിയ ടെൻഷൻ എന്താണ്? സബ്ജക്ട്സ് പോർഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പോർഷൻസ് എന്താ ഒന്നുകൂടെ പറയാമോ? അതില് എന്താ പറയാ, ടീച്ചർ എടുക്കും, പക്ഷെ അത് എന്റെ ഒരു വേർഡ്സിൽ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. എങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് എഴുതാൻ പറ്റണില്ല. അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് തരുന്നില്ല എന്നുള്ളത്? ടീച്ചർ നിങ്ങൾക്ക് എളുപ്പമാക്കി തരുന്നില്ല, അല്ല നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നില്ല? എന്താണ്, എവിടെയാണ് പ്രശ്നം? എവിടെയാണ്? എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നില്ല. ടീച്ചർ പഠിപ്പിക്കുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുണ്ടോ? ഇല്ല, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതുപോലെ എനിക്ക് എഴുതാൻ, അത് എന്നോട് സ്വന്തമായിട്ട് എഴുതാൻ പറയും, അത് എനിക്ക് പറ്റണില്ല. എന്റെ വേർഡ്സില്, സ്വയം വേർഡ്സില് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. മറ്റു കുട്ടികൾക്കൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടോ? മറ്റു കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ് കുഴപ്പം വരുന്നത്? കുട്ടിക്ക് മനസ്സിലാവാത്ത കാരണങ്ങളോ അല്ലെങ്കിൽ എയ്ത്ത് സ്ലോ ആയിട്ടാണ്? എന്താണ് പ്രശ്നം? എന്താണ് അവിടെ? എയ്ത്ത് സ്ലോ അല്ല, മനസ്സിലാക്കാത്ത പ്രശ്നമല്ല. അപ്പൊ ഒരു ദിവസം ക്ലാസ് എടുത്ത് അന്ന് തന്നെ എഴുതാൻ പറയോ, അല്ലെ എഴുതി കൊണ്ടുവരാനാണോ പറയല്? അവിടുന്ന് തന്നെ എഴുതാൻ പറയും. ക്ലാസ് എടുത്തത് എന്താന്ന് വെച്ചാല് അത് എഴുതാൻ പറയും. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാ? ഫോക്കസ് ഇല്ലേ അവിടെ? കോൺസെൻട്രേഷൻ ഇല്ലേ മോൾക്ക്? കോൺസെൻട്രേഷൻ ഉണ്ട്. പിന്നെന്താണ് അത് എഴുതാൻ പറ്റാത്തത്? എങ്ങനെ എഴുതണം എന്നുള്ള രീതിയിൽ. എഴുതുന്ന രീതിയാണോ നിങ്ങൾക്ക് അറിയാത്തത്, അല്ലെ എന്താണത്? അല്ലെ ആ പോയിന്റിന് എഴുതാൻ പറ്റില്ല? എന്താണ് ആ പോയിന്റ് എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ, വേറെ കുട്ടികളോട് നിങ്ങൾ കണ്ടിരുന്നോ? അവരെ നോട്ട്സ് കണ്ടിരുന്നോ? കണ്ടിരുന്നു. അവരെ നോട്ട്സ് 2-3 കുട്ടികൾ, ഏറ്റവും നല്ല ടോപ്പിൽ പഠിക്കുന്ന 2-3 കുട്ടികളുടെ നോട്ട്സും നിങ്ങളുടെ നോട്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? മാഡം പറഞ്ഞ പോലെ അല്ല അവര് സ്വയം വേർഡ്സില് ഫുള്ള് എഴുതാ. ഞാനാണെങ്കിൽ ക്ലാസ് കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും എഴുതുന്നില്ല. അത് ടീച്ചർ പറഞ്ഞ അതേപോലെ തത്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ മോൾക്ക് എക്സാമിനേഷനിൽ പാസ്സാകാൻ പ്രയാസമായിരിക്കും. മോളുടെ രീതിയിൽ അത് എഴുതാൻ പഠിക്കണ്ടേ? വേണം. അതന്നെയാണ് എന്നോട് പറയല്ലോ. അതന്നെ മോളെ രീതിയിൽ എഴുതണ്ടേ, അല്ലാതെ നമ്മൾ കോപ്പി കാറ്റ് ആണെങ്കിൽ നമുക്ക് നാളെ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. മനസ്സിലായോ? പുസ്തക പുഴു എന്നൊക്കെ പറയില്ലേ, അതായിട്ട് മാറും.
അപ്പം മോൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത പ്രാവശ്യം എന്താ ചെയ്യേണ്ടത് അത് ഡെവലപ്പ് ചെയ്യാൻ? ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറ, എന്തൊക്കെ ചെയ്യണ്ടേ? മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മോൾക്ക് ചെയ്യാൻ പറ്റണ്ടേ? പറ്റണം. അപ്പൊ എന്താ ചെയ്യണ്ടേ? എന്താണ് എങ്ങനെ ഒരു 3 ചെറിയ സ്റ്റെപ്പ് പറയാം. അടുത്ത പ്രാവശ്യം ക്ലാസ് എടുക്കുമ്പോൾ മോള് ഫോക്കസ് ചെയ്യേണ്ട 3 സ്റ്റെപ്പ് എന്താന്ന് പറയാം. വളരെ ചെറിയ സ്റ്റെപ്പ് പറയാം. എന്തായിരിക്കും? നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കണം. വെരി ഗുഡ്. ശ്രദ്ധിക്കുമ്പോൾ നോട്ട്സ് പോയിന്റ്സ് എഴുതാൻ പറ്റുമോ? ടീച്ചർ അവിടെ ക്ലാസ് എടുക്കുമ്പോൾ പോയിന്റ്സ് എഴുതാൻ പറ്റുമോ? ക്ലാസ് എടുക്കുമ്പോ പറ്റും. പറ്റില്ല. അത് ചെയ്തുകൂടെ മോൾക്ക്? ഒരു ബുള്ളറ്റ് പോയിന്റ്സ് എഴുതാം ചെറുതായി. പറയുമ്പോൾ തന്നെ എഴുതാൻ പറ്റും. ഓരോ പോയിന്റ് മറക്കാതെ ഇരിക്കാൻ വേണ്ടി അത് ചെയ്യാൻ പറ്റുമോ? വേറെ എന്താ ചെയ്യാ? വേറെ എന്ത് ചെയ്യും? ടീച്ചേഴ്സിനോട് നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ എന്ത് ചെയ്യാ, ഡൗട്ട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. അബ്സല്യൂട്ട്ലി. അത് ഏതിനേക്കാൾ മുമ്പ് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ട. ടീച്ചർമാർ സഹായിക്കുന്ന ടീച്ചർമാരല്ലേ സ്കൂളുകളിലൊക്കെ ഉള്ളത്? ഞാൻ സ്കൂളിലും പോകുന്നുണ്ട്, എക്സ്ട്രാ ട്യൂഷനും പോകുന്നുണ്ട്. അപ്പൊ അവിടെയും ചോദിച്ചൂടെ? ട്യൂട്ടോറിയലും ചോദിച്ചൂടെ? ചോദിക്കാം. അപ്പൊ അത് ചോദിക്കലുണ്ട്? അപ്പൊ ഞാൻ ചോദിക്കലുണ്ട്. എത്ര ആ ശതമാനം സമയത്ത് ചോദിക്കല്? മനസ്സിലാവും. ആ സമയത്ത് എഴുതി വെക്കൽ മനസ്സിലാവണല്ല. മനസ്സിലാവണതും എഴുതി വെക്കണം തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. അപ്പൊ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നോട്ട് ചെയ്തല്ലോ. നോട്ട് കുറവാണ്. എഴുതിക്കൂടെ? എന്താണ് മടി വരാൻ കാരണം? എന്താ മടിയല്ല, മടി? ഇതിനെ മടി എന്ന് പറയല്ലേ? ഇതിനെ മടി എന്ന് പറയല്ലേ? അപ്പൊ അടുത്ത പ്രാവശ്യം എന്താ ചെയ്യാ? എടുക്കുന്ന അതന്നെ ക്ലാസ്സിൽ എന്താ എടുക്കുന്നത് അതന്നെ എഴുതുക. വെരി ഗുഡ്. അബ്സല്യൂട്ട്ലി. ട്യൂഷൻ ടീച്ചറിന്റെ അടുത്ത് പോകുമ്പോഴോ? എടുത്ത് പോകുമ്പോ ഞാൻ ചോദിക്കും. ചോദിച്ചാൽ മാത്രം പോരല്ലോ. നോട്ട്സ് ഉണ്ടാക്കോ? ഓക്കെ. അല്ല ഉണ്ടാക്കോ? എനിക്കറിയില്ല. ഉണ്ടാക്കോ? ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഓർമ്മ നിൽക്കോ? അല്ലെ മോളുടെ സ്റ്റൈലിനാക്കി മാറ്റാൻ പറ്റുമോ? പറ്റും. ഉറപ്പല്ലേ? ഉറപ്പാണ്. അത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കോ? സഹായിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. ഒരു ക്ലാരിറ്റി കിട്ടിയപ്പോ മോൾക്ക്? ഇല്ല. അല്ല, ഇപ്പം ക്ലാരിറ്റി കിട്ടിയോ? ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഉറപ്പാണോ? ഞാൻ പറഞ്ഞത് എന്താ പോയിന്റ് പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. നോട്ട്സ് പ്രിപ്പയർ ചെയ്യാ. ഓക്കെ. അത് നിങ്ങളെ സഹായിക്കോ? സഹായിക്കും. തീർച്ചയായിട്ടും സഹായിക്കും. ഉറപ്പാണ്. ഉറപ്പല്ലേ? ഹാപ്പിയാണോ? ഉറപ്പാ? എനിക്ക് കേൾക്കണില്ല. ഹാപ്പി എന്ന് കേൾക്കണില്ല. ഹാപ്പിയാണോ? ഹാപ്പി. താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് കോളർ പ്ലീസ്.